കുറച്ച് ദിവസം ആയില്ലേ നമ്മുടെ ഗാർഡൻ്റെ ഒരു അപ്ഡേഷനൊക്കെ നടത്തിയിട്ട്. ഭയങ്കര ചൂടാണ് ഇപ്പോഴേ, അതുകൊണ്ട് എപ്പോഴും ഒന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. വല്ലപ്പോഴുമൊക്കെ അവധിയുള്ളപ്പം വെയിലൊക്കെ ഒന്ന് താണ് കഴിഞ്ഞ് 7:30 ആകുമ്പോഴത്തേനെ ഇറങ്ങുന്നത് വൈകിട്ട്. അതിനിപ്പോൾ ഇരുട്ടുന്നത് താമസിച്ചായതുകൊണ്ട് കുഴപ്പമില്ല. കാണിക്കാം ഇപ്പോഴത്തെ സ്ഥിതി എന്തുവാന്ന്. കണ്ടോ, ഇതാന്ന് നട്ട നിത്യവഴുതന പടന്ന് കയറിയിട്ടുണ്ട്. ഇതുവരെ പൂവൊന്നും ആയിട്ടില്ല കണ്ടോ. പിന്നെ ഇത് ചീരയൊക്കെ ഒന്ന് കണ്ടിക്കാറായി. തന്നെ കിളച്ചുകൊണ്ട് കുറച്ചൊക്കെ ഉണങ്ങിപ്പോയി ഭയങ്കര ചൂട് കൊണ്ട്. ഇതൊരു ഉള്ളി എനിക്കകത്ത് കിളിച്ചു വന്നതാണ്, അത് ഞാൻ കൊണ്ട് നട്ടതാ. പിന്നെന്താ, ഇത് മുളകും തൈ ഇത് വാങ്ങിച്ച് വെച്ചത് പൂവാകാറായി. പിന്നെ ഒരു ടൊമാറ്റോ വാങ്ങിച്ച് വെച്ചത്, അതിൽ ഒരു ടൊമാറ്റോ ഉണ്ടായി, കാ പിടിച്ചു, പിന്നെ പൂവൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് വെള്ളരിയുടെ തയ്യാ. ഇതൊക്കെ വെള്ളരിയ. ഇത് പയർ. ഇതൊരു മത്തയാ, ഇത്ര വലിയ മത്തയല്ല, ഈ ഇവിടുത്തെ സ്ക്വാഷ് മത്ത. ഇത് ചീര. ഇതൊക്കെ തന്നെ കിളിച്ചതാണ്, കുറച്ചൊക്കെ ഉണങ്ങിപ്പോയി, കുറച്ചൊക്കെ കണ്ടിക്കാൻ നിൽപ്പുണ്ട്. ഇത് കുക്കുംബർ, നമ്മുടെ സാലഡിലൊക്കെ ഇടത്തില്ല കുക്കുംബർ, അതൊക്കെ ഞാൻ കിളിപ്പിച്ചതാണ്. ചീര കണ്ടോ കിളിച്ച് നിൽക്കുന്ന കണ്ടോ, ഇനി കണ്ടിക്കണം. ചീരയൊക്കെ തന്നെ കിളിച്ച. ഇതാണ് പുതിന. ഇത് രണ്ട് ഇത് കരിയാപ്പെടുത്ത് വെളിയിലോട്ട് വെച്ചു, പക്ഷേ അത്ര അങ്ങോട്ട് വാടിയൊക്കെ നിൽക്കുന്നു. ഇത് പിന്നെ നമ്മുടെ കർബൂജ, നമ്മൾ തിന്നുന്നൊരു ഫ്രൂട്ടുണ്ടല്ലോ, അതിൻ്റെ തയ്യാണ് കിളിച്ച് വരുന്നത്. ഇത് വെണ്ടയൊന്നും അങ്ങോട്ട് ആകുന്നില്ല. ഇത് കണ്ടോ, ഉരുളക്കിഴങ്ങ്. അത് തന്നെ കഴിഞ്ഞ പ്രാവശ്യം നട്ടിരുന്നു, അന്നേരം അത് ഇപ്പം തന്നെ കിളിച്ച് വരുന്നത് ഞാൻ എടുത്ത് ഇങ്ങോട്ട് നട്ടതാ. ഇത് ബീൻസ് കണ്ട പൂവായി തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ പയർ. പക്ഷേ ഇപ്രാവശ്യം കാലാവസ്ഥ കൊണ്ട് പയറൊക്കെ അങ്ങോട്ട് മുകളിലോട്ട് വരുന്നില്ല, ചീര തന്നെ കിളിക്കുന്നത്. പിന്നെന്തോ പാവൽ. എല്ലാം ഇത്രയൊക്കെ ആയി. ഇത് ചീരയാ. ഇത് കുറച്ച് തക്കാളി തൈ കിളിച്ച് വരുന്നു. 1-2 മുളകും തൈ കിളിച്ച് വരുന്നുണ്ട് ഇവിടെ. ഇത്രയൊക്കെയാ. ചൂടായതുകൊണ്ട് കൂടുതലൊന്നും നട്ടില്ല, ഉള്ളതെങ്കിലും അങ്ങ് കിളിക്കട്ടെന്ന് കണ്ടു. ശരി, എന്നാൽ പിന്നെ ഓക്കെ, ബൈ, സി യു വിത്ത് അനദർ വീഡിയോ.